ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന ഫിൻലാൻഡിലേക്ക് നമുക്ക് ഇനി ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. ജോലിക്ക് മാത്രമല്ല, നമുക്കവിടെ പോയിട്ട് പഠിക്കാനും എല്ലാം പറ്റും. ഇനി 10ഓളം വർക്ക് പെർമിറ്റ്സ് നമുക്ക് ലഭ്യമാണ്. ഈ ഒരു 10ഓളം വർക്ക് പെർമിറ്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങളൊരു സ്കിൽഡ് വർക്കർ ആയിക്കോട്ടെ, ഒരു അൺസ്കിൽഡ് വർക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിക്കോട്ടെ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ഇനി പഠിക്കാനാണോ പോണത്, അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റോ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി ഫിൻലാൻഡിലേക്ക് എത്തിച്ചേരാനും അവിടെ ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഫിൻലാൻഡിലേക്ക് ഈ ഒരു 10ഓളം വർക്ക് പെർമിറ്റ്സിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഏതൊക്കെ നമുക്ക് നോക്കി നോക്കാം, എല്ലാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു 10 വർക്ക് പെർമിറ്റ്സിൽ നിങ്ങൾക്ക് പോകാനായിട്ട് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും ഇവർ വേണമെന്ന് പറയണില്ല. IELTS അല്ലെങ്കിൽ TOEFL ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഈ ഒരു ഫിൻലാൻഡ് എന്ന് പറയുന്നത് ഒരു നോർഡിക് രാജ്യമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ 5.5 മില്യൺ, അതായത് വെറും 55 ലക്ഷത്തോളം മാത്രം ജനങ്ങളാണ് ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്നത്. ഫിൻലാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇനി ഒരു വീഡിയോയിൽ ഇത് ഏതൊക്കെയാണ് ഈ ഒരു 10 വർക്ക് പെർമിറ്റ്സ്, എങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ ഒരു വിസയ്ക്ക് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് അവിടെ ഒരു ജോലിക്ക് എത്തിപ്പെടാൻ പറ്റുക, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഇതിനൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളടക്കം പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10ഓളം വർക്ക് പെർമിറ്റ്സ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. Hi everyone, it's me Shyam and this is Wayfarer Insights. സോ പ്രകൃതിപരമായിട്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ ഒരു ഫിൻലാൻഡ് എന്ന് പറയുന്നത്. ഹെൽസിങ്കിയാണ് ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ വരുന്നത്. അതുപോലെ തന്നെ യൂറോ ആണ് ഫിൻലാൻഡിൻ്റെ കറൻസി ആയിട്ട് വരുന്നത്. ഇനി എന്തായാലും നമുക്കും ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടാനും എല്ലാം പറ്റും. എങ്ങനെയെന്നുള്ളത് നോക്കി നോക്കാം. ഇതൊക്കെയാണ് വർക്ക് പെർമിറ്റ്സ് നോക്കി നോക്കാം. ആദ്യത്തെ ഒരു വർക്ക് പെർമിറ്റ്സ് എന്ന് പറയുന്നത് റെസിഡൻസ് പെർമിറ്റ് ഫോർ ആൻ എംപ്ലോയിഡ് പേഴ്സൺ. ഇതിൽ ഇവർ പറയുന്നുണ്ട്, ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ്. യു ആർ കമ്മിങ് ടു ഫിൻലാൻഡ് ടു വർക്ക് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് വർക്കർ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കർ, ക്ലീനർ, അല്ലെങ്കിൽ ചൈൽഡ് മൈൻഡർ, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു വിൽ വർക്ക് ഫോർ എ ഫിനിഷ് എംപ്ലോയർ. ഒരു ഫിനിഷ് എംപ്ലോയറിന് വേണ്ടിയിട്ടാവും നമ്മൾ വർക്ക് ചെയ്യുക. യു മസ്റ്റ് ഹാവ് റിസീവ്ഡ് ആൻ എംപ്ലോയ്മെൻറ്റ് ഓഫർ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ഓഫർ ആദ്യം കിട്ടിയിരിക്കണം. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു എംപ്ലോയർ ആദ്യം ലേബർ മാർക്കറ്റിംഗ് ടെസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അതാണ് ഫസ്റ്റത്തെ റെസിഡൻസ് പെർമിറ്റ് ഫോർ ആൻ എംപ്ലോയിഡ് പേഴ്സൺ. ഇനി രണ്ടാമത്തെ നോക്കി നോക്കുക, റെസിഡൻസ് പെർമിറ്റ് അപ്ലിക്കേഷൻ ഫോർ സ്പെഷ്യലിസ്റ്റ്. ഈ ഒരു പെർമിറ്റ്സ് എന്താ നോക്കി നോക്കുക. യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് പെർമിറ്റ് ഇഫ് യു ആർ എ സ്പെഷ്യലിസ്റ്റ് ആൻഡ് യു വാണ്ട് ടു അപ്ലൈ ഫോർ ദ EU ബ്ലൂ കാർഡ്. ഓക്കെ, നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കാർഡിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ആക്ച്വലി ഹൈലി ക്വാളിഫൈഡ് വർക്കേഴ്സിന് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ യു ഹാവ് ബീൻ ഓഫേർഡ് എ സാലറി, ഒരു 3638 യൂറോ പെർ മന്ത് വരുന്ന ഒരു സാലറി നമുക്ക് കിട്ടും ഈ ഒരു പെർമിറ്റ്സിൽ പോണ ആൾക്ക്. അതായത് ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി നമുക്ക് ആവശ്യമുണ്ട്. സോ ഈ ഒരു 3638 യൂറോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ INR ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,28,319 രൂപ വരുന്നുണ്ട് കേട്ടോ, കറൻ്റ് റേറ്റ് അനുസരിച്ചിട്ട്. സോ നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ക്വാളിഫൈഡ് വർക്കർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർമിറ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെയും റിക്വയർമെൻറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതെന്തായാലും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കി നോക്കാം, റെസിഡൻസ് പെർമിറ്റ് ഫോർ സീസണൽ വർക്ക്. ഓക്കെ, ഈ ഒരു പെർമിറ്റിൽ പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു സീസണൽ വർക്കിന് ഫിൻലാൻഡിലേക്ക് ജോബ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അഗ്രികൾച്ചർ, അല്ലെങ്കിൽ ടൂറിസം, അല്ലെങ്കിൽ പിന്നെ ജോബ് ഇൻ ഫോറസ്ട്രി, പിന്നെ ക്രോപ്പ് പ്രൊഡക്ഷൻ, ക്രോപ്പിംഗ്, മരങ്ങൾ ക്രോപ്പിംഗ്, പിന്നെ ഓർ എന്തെങ്കിലും ഫെസ്റ്റിവൽസിൻ്റെ ടൈമിലൊക്കെ ഏതെങ്കിലും ജോബ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീസണൽ ജോബ്സിന് വരാൻ പറ്റും. അതുപോലെ തന്നെ സീസണൽ വർക്ക് പെർമിറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ഫോർ 3 to 9 months. ഇത്രയും മന്ത്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു സീസണൽ വർക്ക്സ് വരിക. ഞാൻ ആൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, സീസണൽ വർക്ക്സൊക്കെ 6 months ആണ് വരിക. ബട്ട് നമുക്കൊരു 9 months വരെ മാക്സിമം നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഇതിൽ.
ഓക്കെ, ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോർ ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സീസണൽ വർക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്തായാലും 4ാമത്തെ വർക്ക് പെർമിറ്റ്സ് ഏതാ നോക്കി നോക്കാം. റെസിഡൻസ് പെർമിറ്റ് അപ്ലിക്കേഷൻ ഫോർ ഇൻറ്റേൺഷിപ്പ്. ഇഫ് യു വാണ്ട് ടു ഡു ആൻ ഇൻറ്റേൺഷിപ്പ്, വോളണ്ടിയർ വർക്ക് ഓർ ടേക്ക് പാർട്ട് ഇൻ എ വർക്കിംഗ് ഹോളിഡേ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു വോളണ്ടിയർ വർക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു ഹോളിഡേ വർക്കൊക്കെ ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പോകാൻ പറ്റും. ഓക്കെ, അതിൻ്റെയും റിക്വയർമെൻറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി 5ാമത്തെ നോക്കി നോക്കാം. റെസിഡൻസ് പെർമിറ്റ് ഫോർ റിസർച്ചർ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു റിസർച്ചർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വരാൻ പറ്റും. ഓക്കെ, അതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയതിൻ്റെയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുക. പിന്നെ 6ാമത്തെ പറയുന്നത് റെസിഡൻസ് പെർമിറ്റ് ഫോർ AU പെയർ. ഈ ഒരു പെർമിറ്റ് എന്ന് പറയുന്നത് ഒരു യങ് പേഴ്സൺസിന് കൊടുക്കുന്നതാണ്. അതായത് സാധാരണ ഒരു 18 to 30 വയസ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതാണ് ഈ ഒരു പെർമിറ്റ്. ഹു ട്രാവൽസ് ടു എ ഫോറിൻ കൺട്രി ടു ലിവ് വിത്ത് എ ഹോസ്റ്റ് ഫാമിലി ഫോർ എ സെറ്റ് പീരീഡ്. Okay, and it's a cultural exchange program. AU pairs are not housekeeping staff to work as home help. Apply for a residence permit for an employed person. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുക. പിന്നെ 7ാമത്തെ പറയുന്നത് റെസിഡൻസ് പെർമിറ്റ് അപ്ലിക്കേഷൻ ഫോർ ആൻ എൻ്റർപ്രണർ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു എൻ്റർപ്രണർ ആണെന്നുണ്ടെങ്കിൽ ഇനി ഫിൻലാൻഡിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും. അതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. പിന്നെ 8ാമത്തെ റെസിഡൻസ് പെർമിറ്റ് പറയുന്നത് റെസിഡൻസ് പെർമിറ്റ് ഫോർ സ്റ്റാർട്ടപ്പ് എൻ്റർപ്രണർ. ഇനി ഫിൻലാൻഡിൽ പോയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനും ചെയ്യാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. 9ാമത്തെ പറയുന്നത് റെസിഡൻസ് പെർമിറ്റ് ഫോർ ആൻ അത്ലറ്റ് ഓർ എ കോച്ച്. യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് ടൈപ്പ് ഓഫ് പെർമിറ്റ് ഇഫ് യു ആർ കമ്മിങ് ടു ഫിൻലാൻഡ് ആസ് എ പ്രൊഫഷണൽ അത്ലറ്റ് അല്ലെങ്കിൽ കോച്ച് ഓർ റഫറി. യു മസ്റ്റ് ഹാവ് എ ജോബ് ബിഫോർ യു അപ്ലൈ ഫോർ എ റെസിഡൻസ് പെർമിറ്റ്. നിങ്ങളിപ്പോൾ ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു അത്ലറ്റ്, പ്രൊഫഷണൽ അത്ലറ്റ്, റഫറി ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫിൻലാൻഡിൽ നിൽക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി 10ാമത്തെ പെർമിറ്റ് ഏതാ നോക്കി നോക്കാം. ജോബ് സീക്കേഴ്സ് പെർമിറ്റ്. അതായത് റെസിഡൻസ് പെർമിറ്റ് ടു ലുക്ക് ഫോർ വർക്ക് ഓർ ടു സ്റ്റാർട്ട് ബിസിനസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് പെർമിറ്റോ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു ജോബ് സീക്കേഴ്സ് പെർമിറ്റിൽ നിങ്ങൾക്ക് ഫിൻലാൻഡിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ദിസ് പെർമിറ്റ് അലൗസ് അപ്ലിക്കൻസ് ടു ലുക്ക് ഫോർ ജോബ് ഇൻ ഫിൻലാൻഡ്. അപ്ലിക്കൻസ് who have completed their studies in Finland in the last 5 years can apply. ഓക്കെ, ഈ ഒരു പെർമിറ്റിൽ നമുക്ക് ഫിൻലാൻഡിൽ ജോബ് ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ഈ ഒരു അപ്ലിക്കൻറ്റ് ഈ ഒരു ഫിൻലാൻഡിൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് ലാസ്റ്റ് 5 yearsൽ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കുള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് 10 പെർമിറ്റ്സ് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് വിസ വേണ്ടത് അല്ലെങ്കിൽ ആദ്യം ഇനി എങ്ങനെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ലാഗ് ആക്കണില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഷെങ്കൻ ഏരിയയിൽ താമസിക്കുക അല്ലെങ്കിൽ ഒരു നോർഡിക് കൺട്രീസിലുള്ള ഒരാൾക്കാണെന്നും ഇതിനൊരു വർക്ക് വിസയുടെ ആവശ്യമൊന്നുമില്ല. ഫിൻലാൻഡിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു വിസയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു നോൺ EU രാജ്യത്തുള്ള ഒരാളായതുകൊണ്ട്, ഇന്ത്യയിലുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് ഒരു വിസ എന്തായാലും അത്യാവശ്യമാണ്. ബട്ട് ഇങ്ങനെ വിസ ഇല്ലാതെ അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്കും ഓൺലി 90 days മാത്രമേ നിൽക്കാൻ പറ്റൂ. ആഫ്റ്റർ ദാറ്റ് ദേ ഹാവ് ടു രജിസ്റ്റർ ആസ് എ വർക്കിംഗ് റെസിഡൻസ് ഇൻ ഫിൻലാൻഡ്. ഓക്കെ, ഇനി എന്തായാലും ഒരു വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ അപ്ലിക്കൻ ഹാസ് ഫൗണ്ട് എ ജോബ് ഇൻ ഫിൻലാൻഡ്. നമ്മൾ ആദ്യം ഒരു ജോബ് അവിടെ കണ്ടുപിടിച്ചിരിക്കണം. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. രണ്ടാമത്തെ പറയുന്നത് ദ അപ്ലിക്കൻ വിൽ അപ്ലൈ ഫോർ എ റെസിഡൻസ് പെർമിറ്റ്. നമ്മളൊരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്തിരിക്കണം. ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് നമ്മളുടെ എംപ്ലോയർ ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് ചെയ്യാനായിട്ടൊന്നും ചെയ്യില്ല. യു നീഡ് ടു അപ്ലൈ യുവർ സെൽഫ്. അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഈ ഒരു അപ്ലിക്കൻ്റ് ഫിൻലാൻഡ് എംബസി പോയിട്ട്, ഇപ്പോൾ ഇന്ത്യയിൽ ഫിൻലാൻഡിൻ്റെയൊക്കെ എംബസികൾ ഉണ്ടാവും,
അവിടെ പോയിട്ട് ഒരു അപ്ലിക്കേഷൻ ഫോംസും എല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് ഫിൻലാൻഡ് എംബസി ഓർ ഫിൻലാൻഡ് വിസ സർവീസ് പ്രൊവൈഡർ സച്ച് ആസ് VFX ടു പ്രൂവ് ഹിസ് ഓർ ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ ഗീവ് ബയോമെട്രിക്സ് ആൻഡ് സബ്മിറ്റ് ആൾ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് വിസ ആപ്ലിക്കേഷൻ ഫോംസ്. ഇതൊക്കെ നമ്മൾ ഈ ഒരു എംബസി പോയിട്ട് സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഫിൻലാൻഡ് വിസ സർവീസ് പ്രൊവൈഡർ വഴിയൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതായത് VFX ഗ്ലോബലൊക്കെ വരും, ഇതുവഴിയൊക്കെ നോക്കുക. പിന്നെ നാലാമത്തെ കാര്യം പറയുന്നത് ദ ഫിന്നിഷ് ഇമിഗ്രേഷൻ സർവീസ് പ്രോസസ് ദ അപ്ലിക്കേഷൻ ആൻഡ് ഡിസൈഡ്സ് ഓൺ ഇറ്റ്. അതിനുശേഷം ഇത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ യുവർ എംപ്ലോയർ വിൽ ആൾസോ ബി ഇൻഫോം ഓഫ് ദ ഡിസിഷൻ. ഇഫ് യു ഗെറ്റ് എ പോസിറ്റീവ് ഡിസിഷൻ യു വിൽ ഗെറ്റ് എ റെസിഡൻസ് പെർമിറ്റ്. ഓക്കെ, അങ്ങനെ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് ഗ്രാൻഡ് ആവും. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ദ അപ്ലിക്കൻ ക്യാൻ നൗ ട്രാവൽ ടു ഫിൻലാൻഡ് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്. അതിനുശേഷം നമുക്ക് ഫിൻലാൻഡിലേക്ക് എത്തിച്ചേരാനും അവിടെ ജോലി ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫിൻലാൻഡിലേക്ക് ഒരു വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ടതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഒരു ജോബ് ഓഫർ കിട്ടിപ്പോകേണ്ട ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാനൊരു 2-3 ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക. അതായത് വർക്ക് ഇൻ ഫിൻലാൻഡ്, പിന്നെ ജോബ് മാർക്കറ്റ് ഫിൻലാൻഡ്, ഇൻഡീഡ് ഫിൻലാൻഡ്, അതുപോലെ തന്നെ US ഫിൻലാൻഡ് പോർട്ടൽ. ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ വേറെയും ഹെൽപ്ഫുൾ റിസോഴ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഫിൻലാൻഡിലേക്ക് എത്തിച്ചേരാനുള്ള വർക്ക് പെർമിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ജോബിനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ല, ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ, ബാക്കിയുള്ള സ്റ്റഡീസൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എല്ലാവരും ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫിൻലാൻഡിലേക്ക് ഒരു ജോബിനായിട്ട് എത്തിപ്പെടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്കൊക്കെ ജോബിനായിട്ട് എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ഈ ഒരു ചാനലിൽ ഇനി വരുന്നതിനായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. And finally, it's me Shyam. This is Wayfarer Insights, and this channel won't disappoint you. And thanks for watching.